ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിക്കൻ 65 എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം. 65-നൊപ്പം തന്നെ മുരിമുരിയായിട്ടുള്ള മസാല എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കണത് ചിക്കൻ 65 ആണ്. അപ്പോൾ വീട്ടിൽ എങ്ങനെ ചിക്കൻ 65 ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അതിന് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഇടാം. എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇടണം കേട്ടോ. എരിവുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടണം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് തരണം കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞാനൊരു മുട്ട ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് 3/4 കിലോ ചിക്കൻ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടി നല്ലോണം യോജിപ്പിക്കണം കേട്ടോ. ഇതിൽ തൈര് ചേർക്കാം, പിന്നെ നാരങ്ങ നീര് വേണമെങ്കിൽ അത് ഒരു ചെറിയൊരു പുളിപ്രസിന് വേണ്ടി അത് വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞാനത് രണ്ടും ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ 65 റെഡിയാക്കാം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. വീട്ടിൽ തന്നെ 65 നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാം എന്ന ഒരു ഇതാണ് ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ എല്ലാ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എണ്ണയിലിട്ടത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പൊ 2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി കൂടി ഇടണം ഇതിലേക്ക്. ഇതിപ്പോ ചിക്കൻ വറക്കണേക്കാളും മുമ്പാണ് നമ്മൾ കോൺഫ്ലോർ പൊടി ഇടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വറക്കണേക്കാൾ മുമ്പ് ഇട്ട് കഴിഞ്ഞാല് ചിക്കനിലേക്ക് മസാല പിടിക്കൂല. അപ്പൊ വറക്കണ തൊട്ട് മുമ്പ് ഇടണതാണ് ഏറ്റവും നല്ലത്. അപ്പൊ മസാലയൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും. ഇത് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത്, കോൺഫ്ലോർ പൊടി ഇട്ട് റെഡിയാക്കണത്. അപ്പൊ കോൺഫ്ലോർ എല്ലാം നമ്മ മിക്സ് ചെയ്തിട്ടുണ്ട്. ചിക്കനിലേക്ക് എല്ലാ മസാലകളും പൊടികളും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പൊ ഇനി നമ്മ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് വറുത്തെടുക്കാട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ചട്ടി ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അപ്പൊ ചട്ടി ചൂടായി. അപ്പൊ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട. അപ്പൊ ഗൈസ് എണ്ണ ചൂടാറുണ്ട്. അപ്പൊ ഒരേന്ന് നമുക്ക് അതിലേക്ക് കേട്ടാ. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ തീ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പൊ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനെ വെച്ചാക്കണത്. നോക്കി ഓരോന്നായിട്ട് ഇങ്ങനെ ഇടണം. അകത്തി ഇങ്ങനെ ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഒട്ടി പോണോണ്ട് അകത്തി അങ്ങനെ ഇടാം. അപ്പൊ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കൂട്ടി വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പൊ നമ്മള് 65 എണ്ണയിൽ ഇട്ടിടണം കേട്ടോ. ഇനിയിപ്പോ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ വേപ്പിലിട്ട് കൊടുക്കാം. അപ്പൊ വേപ്പില് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വരും. മൊരിഞ്ഞ് വന്നിട്ട് നമ്മ മൊത്തത്തിൽ അത് കോരി പ്ലേറ്റിലേക്ക് മാറ്റും.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. ചിക്കൻ 65ൻ്റെ കൂടെ മസാലയൊക്കെ കിട്ടൂലേ, അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ചിക്കൻ 65ൻ്റെ കൂടെ നല്ലൊരു അടിപൊളി മസാല നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. 65ൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഗൈസ്, നല്ല സ്മെല്ലൊക്കെയാണ്. ഇത്രയുള്ള ഗൈസ്. അപ്പോൾ നിങ്ങളും 65 വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.